ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ദോശയായിട്ടാണ്. ഇതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ദോശയാണ് കേട്ടോ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഈവനിങ്ങിലൊക്കെ തയ്യാറാക്കാൻ പറ്റിയൊരു ദോശയാണ്. കുട്ടികൾക്കും വലിയ ആൾക്കാർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഹെൽത്തി ദോശയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഫെർമെൻറ്റേഷൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിതിന് എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. ഇതിൽ മെയിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് തക്കാളിയാണ്. 3 ഇടത്തരം തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലേവർ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം, കുറവ് വേണമെങ്കിൽ കുറവാക്കാം. അപ്പോൾ ഞാൻ ഇവിടെ വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് മിക്സഡ് ജാറിൽ അടിച്ചെടുക്കാനുള്ളതാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 3/4 ഗ്ലാസ് റവയാണ്. വറുത്തതോ വറുക്കാത്തോ എടുക്കാം. ഞാൻ ഇവിടെ വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൽ എരിവിനനുസരിച്ചിട്ട് വറ്റൽമുളക് ഒരു 3-4 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അധികം എരിവില്ലാത്തതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 3-4-5 ചെറിയുള്ളി, 2 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ നമുക്ക് കുറച്ച് കായംപൊടി, അതുപോലെ തന്നെ 1/2 ഗ്ലാസ് അരിപ്പൊടി, പിന്നെ നെയ്യോ അതുപോലെ തന്നെ നല്ലെണ്ണയോ കറിവേപ്പില ഉപയോഗിക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മിക്സർ ജാറിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ തയ്യാറാക്കുമ്പോൾ വറ്റൽമുളക് കുറച്ച് ഉപയോഗിക്കാൻ ശ്രമിക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, ഇതിൻ്റെയൊക്കെ ഏതെങ്കിലും ഫ്ലേവറുകൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചേർക്കണമെങ്കിൽ ചേർക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഒരു ഇഷ്ടം പോലെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി നമുക്കിത് വെള്ളം ചേർക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിലെ തക്കാളി ജ്യൂസ് നന്നായിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് വേറെ എക്സ്ട്രാ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള റവയാണ്. റവ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ 3/4 ഗ്ലാസ് റവയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസാണ് ബാക്കിയെല്ലാം. അപ്പോൾ നിങ്ങൾ എടുക്കുന്നതനുസരിച്ചിട്ട് കൂടുതൽ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടുതൽ എടുക്കുക. അപ്പോൾ ഞാൻ ആ തക്കാളി ജ്യൂസിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള 1/2 ഗ്ലാസ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. സാധാ നമ്മൾ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു 1/4 സ്പൂൺ കായംപൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 1 ഗ്ലാസ് സാധാ നോർമൽ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒരു 5 മിനിറ്റ് വയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ഈ റവ ഫുള്ളായിട്ട് ആ വെള്ളത്തിൽ നന്നായിട്ട് കുടിച്ച് വരും. എന്നിട്ട് നമുക്കിത് മിക്സർ ജാറിൽ അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് റവ നന്നായിട്ട് ആ വെള്ളമൊക്കെ കുടിച്ച് നല്ല തിക്കായി. അപ്പോൾ ഞാൻ ഒരു 1/2 ഗ്ലാസും കൂടെ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് നമുക്ക് നല്ല അത്യാവശ്യം ലൂസിന് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അത്യാവശ്യം ലൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ ദോശയ്ക്ക് ഉണ്ടാക്കുന്ന ആ ഒരു ലൂസാണ് നമുക്കിതിനും വേണ്ടത്. ഉണ്ടല്ലോ. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഒരുപാട് നേരം നമുക്ക് നന്നായിട്ട് അരയ്ക്കണം എന്നൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ആ റവയുടെ ഒരു തരിതരിപ്പ് കുറച്ചുണ്ടാവുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് നമ്മുടെ ദോശ കിട്ടും കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒന്നും കൂടി നമുക്കിതൊന്ന് കറക്കിയെടുക്കാം. അപ്പം ഞാനിവിടെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. കണ്ടല്ലോ, ഈ ഒരു ലൂസാണ് നമ്മൾ സാധാ ദോശയ്ക്ക് ഉണ്ടാക്കുന്ന ആ ഒരു ലൂസാണ് നമുക്ക് വേണ്ടത്. റവ ആയതുകൊണ്ട് തന്നെ ഇരിക്കും തോറും കുറച്ചും കൂടെ നല്ല തിക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ കുറച്ച് ലൂസാന്ന് വിചാരിച്ചിട്ടും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു പാകത്തിന് നമുക്ക് എടുക്കാം. ഇനി നിങ്ങൾക്കതിൽ വേറെ എന്തെങ്കിലും ഫ്ലേവറുകളൊക്കെ ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കുകയൊക്കെ ചെയ്യാം. ഈ സമയത്ത് ഉപ്പ് നോക്കാം. ഉപ്പ് കറക്റ്റ് അല്ലെങ്കിൽ കുറച്ചുകൂടി ചേർത്തൊക്കെ കൊടുക്കാം. പിന്നെ നമുക്കിത് ചുട്ടെടുക്കാം. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാനിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മാവ് ഒഴിക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം മാവ് ഒഴിക്കാനായിട്ട്. എന്നാലാണ് നമുക്കിതുപോലെ പരത്തിയെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കല്ലിൽ നിന്ന് ഇങ്ങനെ വിട്ടു പോരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് തീ കൂട്ടി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഒരു വശം കുക്കായി കഴിയുമ്പോൾ നമുക്കതിൻ്റെ മുകളിലോട്ട് നല്ലെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം അത് ചേർത്ത് കൊടുക്കാം.
ഞാനിവിടെ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നെയ്യാണ്. അപ്പോൾ ആ ഒരു വശം കുക്കായി കഴിയുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുത്ത് നല്ല ക്രിസ്പി ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നല്ലോണം ക്രിസ്പി ആക്കണം എന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് ക്രിസ്പി ആക്കി എടുക്കാം കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ മാവ് ഒഴിക്കുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെ ഒഴിക്കണം, അല്ലെങ്കിൽ നമുക്കിതുപോലെ പരത്തിയെടുക്കാൻ പ്രയാസമായിട്ട് വരും. അപ്പോൾ കുറച്ച് കുക്കിംഗ് ടൈം കൂടുതലുണ്ടാവുമായിരിക്കും നമ്മൾ മറ്റേ ദോശ ചുടണേക്കാം. അപ്പോൾ എല്ലാ ദോശയും നമുക്കിതുപോലെ ചുട്ടെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. നമുക്ക് ഈ ദോശയുടെ ഒപ്പം തേങ്ങാ ചട്നിയൊക്കെ നല്ല കോമ്പിനേഷനായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരാം. ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്ത് തരാം കേട്ടോ. ഇനിയും ഇതുപോലുള്ള വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ഓക്കെ, ബൈ, താങ്ക് യു.